മഴത്തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്കെത്തി. ശിവശങ്കരമേനോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ അത് കേട്ടപാടെ എതിർത്തു. അയാൾ ചോദിച്ചത്, നിന്റെ തലതിരിഞ്ഞുപോയോ ജയന്തി എന്നായിരുന്നു. അലീന നിന്റെ മോളാണെന്ന് വെച്ച് നമ്മളെല്ലാം അംഗീകരിച്ചു. അതുപോലെയാണോ അവൾ? അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാത്ത ഒരു അനാഥ പെണ്ണ്. ശിവശങ്കരമേനോന്റെ വാദമുഖങ്ങളും ഉപദേശങ്ങളും വൈജയന്തിയെ തെല്ലും ചഞ്ചലചിത്തയാക്കിയില്ല. താൻ കൊല്ലപ്പള്ളിയിൽ വന്നത് എന്തുദ്ദേശത്തോടെയാണോ അതിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. വൈജയന്തി പറയുകയാണ്, രേവതിക്കുട്ടി അനാഥയായിരുന്നു എന്നുള്ളതൊരു സത്യമാ ശിവേട്ട. പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യൻ കുടുംബം അവളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ അവളെ മതം മാറ്റാം. ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. പക്ഷേ മതത്തിനും വിശ്വാസത്തിനും അപ്പുറത്ത് ചില മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. അത് കേട്ടുകൊണ്ട് ശിവശങ്കരമേനോൻ പറയുകയാണ്, ജയന്തി, അവർക്കിനി ആ കൊച്ചിനെ വേണ്ട. അത്രയേ ഉള്ളൂ കാര്യം. സ്വന്തം മകന്റെ രക്തത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അവർ വളർത്തുന്നുണ്ടല്ലോ, അവർക്കിനി അതിനെ മതി. കഷ്ടം. ശിവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ഉടനെ കമല അവിടേക്ക് വന്ന് ഇടയ്ക്ക് കയറി. കമല ചോദിക്കുകയാണ്, അവൾ എങ്ങനെയുണ്ടായതാണെന്ന് ആർക്കറിയാം ജയന്തി? വല്ല തേവിടിശിയും പെറ്റ് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിട്ട് പോയതാണോ? നമ്മളിലും താഴെയുള്ള ജാതിയിൽപ്പെട്ടതാണോ അതിൻ്റെ തന്തയും തള്ളയും എന്നൊന്നും അറിയില്ലല്ലോ. നിന്റെ മോളുടെ കഥ പോലെയാണോ അത്? അവൾക്കൊരു നാണം കെട്ട കഥയെങ്കിലും പറയാനുണ്ട്, മനുഷ്യനോട് പറയാനും കേൾക്കാനും കൊള്ളാത്തതാണെങ്കിൽ പോലും. ഉടനെ വൈജയന്തി, എന്ത് നാണം കെട്ട കഥയാ കമലയിടത്തി? കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അവനവന്റെ ജോലി നോക്കി മാനമര്യാദയ്ക്ക് ജീവിക്കും ഏത് നാട്ടിൽ ചെന്നാലും. നീ അതാണോ ചെയ്തത്? അവനവന്റെ അന്തസ്സോ അഭിമാനവും മറന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ കൂടെ കുറെ നാൾ അഴിഞ്ഞാടി ജീവിച്ചു. ആ വകയിൽ ഒരു കൊച്ചിനെയും പെറ്റുതള്ളി. ഇപ്പൊ അതൊക്കെ മഹാസംഭവങ്ങളായിട്ട് കാണുന്ന വിവരദോഷികളൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശിവശങ്കരമേനോനെ ഒന്ന് പാളി നോക്കിയിട്ട് കമല വീണ്ടും പറയുകയാണ്, ഈ രേവതിക്കുട്ടി എന്ന് പറയുന്നവൾക്ക് അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ, ഉണ്ടോ? കമലയിടത്തി, ഇതിനൊന്നും എനിക്ക് കമലയിടത്തിയോട് മറുപടി പറയാനില്ല. ഉത്തരം മുട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയാ, ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ നിന്നോട് എനിക്കിത്തിരി പറയാനുണ്ട്. ആ പെണ്ണ് ആർക്ക് ജനിച്ചതാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ രോഹിത്തിന് ഇങ്ങനെ ഒരു ധർമ്മകല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനെ പോലെ പഠിപ്പും വിവരവും സ്വത്തും ആരോഗ്യവുമുള്ള ചെറുപ്പക്കാരന് നല്ല ഒന്നാന്തരം കൊടികെട്ടിയ കുടുംബത്തിൽ നിന്ന് കോടീശ്വരന്മാരുടെ പെൺകുട്ടികളെ കിട്ടുമല്ലോ. ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചററോ IAS കാരിയോ ആരെ വേണമെങ്കിലും. അവന് രേവതിക്കുട്ടിയെ മതി. അവളെയാണ് ഇഷ്ടം. അവൾക്കും അവനെ ഇഷ്ടമാണ്. എൻ്റെ മോനെ എല്ലാവരും കല്ലെറിഞ്ഞിരുന്ന സമയത്ത് അവനെ സ്നേഹിക്കാനും ധൈര്യം കൊടുക്കുവാനും എൻ്റെ മോളും ആ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശിവശങ്കരമേനോൻ, നീ ആ കല്യാണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഒന്നും യാതൊരു സഹകരണവും ഉണ്ടാവില്ല. ശിവേട്ട, അവർ സ്വന്തം മകളെ പോലെയാ അവളെ രോഹിത്തിന് കൊടുക്കുന്നത്. അതൊക്കെ ചുമ്മാ പറയാൻ കൊള്ളാം ജയന്തി. അവർ വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവളെ അവരുടെ കൂട്ടത്തിലോട്ട് ചേർത്ത് ആ മാമച്ചൻ്റെ ചേട്ടന്മാരുടെയോ പെങ്ങന്മാരുടെയോ മക്കളെ ആരെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് അവൾക്ക് കൊടുക്കണമായിരുന്നു. ശരി ശിവേട്ട, എനിക്കിനി ശിവേട്ടനോടൊന്നും പറയാനില്ല. അപ്പോൾ വീണ്ടും കമല, എൻ്റെ ജയന്തി, നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ അനാഥാലയത്തിലെ പൊറുതി മതിയാക്കി അവനവൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക. ആദ്യം അവനവൻ്റെ മക്കളെ വീണ്ടും വിധം നോക്കാൻ ആളില്ലാതെ വല്ലെടുത്തും ഇട്ടെറിഞ്ഞിട്ട് അനാഥാലയത്തിലെ അഴുക്ക് പിള്ളേർക്കും ആർക്കും വേണ്ടാത്ത കിഴവനും കിഴവിക്കും കഞ്ഞി കോരി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? നിന്റെ മോള് കാണിക്കുന്ന ഭ്രാന്തിനെല്ലാം നീ കൂട്ടു നിൽക്കണോ? ജനിച്ചന്നു മുതൽ അനാഥാലയത്തിൽ ജീവിച്ചവൾക്ക് അവിടം സ്വർഗമായിരിക്കും. അനാഥരെ കാണുമ്പോൾ അവൾക്ക് സ്വന്തക്കാരെ കാണുന്നത് പോലെ ആയിരിക്കും. പക്ഷെ നിനക്കോ? അതുമാത്രമല്ല, അവളുടെ തോന്നിവാസത്തിനൊപ്പിച്ച് തുള്ളാൻ അവളുടെ തന്തയുണ്ട്. ബാലചന്ദ്രന്റെ ആയുസ് കെടുത്തിയത് നീയാണെന്നാ മനുഷ്യരെല്ലാം പറയുന്നത്. അവനവൻ്റെ ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യന് നീ ഒരു സമാധാനവും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും അതറിയാം. മരിച്ച ശേഷം അതിൻ്റെ ആത്മാവിനോട് നീതികേടല്ലേ നീ കാണിക്കുന്നത്? നിന്റെ പഴയ ബന്ധം പുതുക്കാൻ വേണ്ടിയാ മകളുടെ പേരും പറഞ്ഞ് നീ അവിടെ പോയി കിടക്കുന്നതെന്നാ ഓരോരുത്തർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പെട്ടെന്ന് ശിവശങ്കരമേനോൻ ശബ്ദമുയർത്തി താക്കീതോടെ കമലയോട് പറയുകയാണ്, മതി, ഇനി നീ സംസാരിക്കണ്ട. ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ലെങ്കിലും പെങ്ങളുടെ കുറ്റം പറഞ്ഞാൽ ആങ്ങളമാർക്ക് പിടിക്കത്തില്ലല്ലോ. പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നീ മുൻപ് ഇവിടെ വന്ന് നിന്റെ മകളെ എൻ്റെ മോന് കല്യാണം ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണം ഉണ്ടായിരുന്നോ ജയന്തി? എൻ്റെ മോനെ ഭർത്താവായിട്ട് കിട്ടുവാൻ എന്ത് യോഗ്യത അവൾക്കുള്ളത്? കമലേ, നിർത്താനല്ല ഞാൻ പറഞ്ഞത്. ശിവശങ്കരമേനോൻ ഒച്ചയെടുത്തപ്പോഴേക്കും കമല നിർത്തി. കമല പിൻവലിഞ്ഞു. വൈജയന്തി ഇനിയൊരക്ഷരം ഉരിയാടാതെ പിന്തിരിഞ്ഞ് കൊല്ലപ്പള്ളി തറവാട്ടിൽ നിന്നും ഇറങ്ങി. വൈജയന്തി രോഹിത്തിനെയും കൂട്ടിയാണ് എറണാകുളത്ത് മാമച്ചൻ്റെ വീട്ടിൽ ചെന്നത്. മാമച്ചനോട് ഗ്രേസമ്മയോടുമായി വൈജയന്തി പറയുകയാണ്, സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നല്ല മോടിയായിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അത് നടപ്പില്ലെന്ന് മനസ്സിലായി.
ബാലേട്ടൻ്റെ സ്വന്തക്കാർക്ക് പോലും അത്ര പിടിച്ചിട്ടില്ല. പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങളാണ്. ഇനി പറയാൻ എന്തിരിക്കുന്നു? കുട്ടികൾ അവരുടേതായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ശക്തമാണ്. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എവിടുന്നെല്ലാമാണ് കോൾ വരുന്നതെന്നറിയാമോ? കുളത്തുപുഴ, പത്തനാപുരം, പുനലൂര്, തിരുവനന്തപുരം, പാല. നമുക്കിനി നിശ്ചയത്തിനും കല്യാണത്തിനും ഓരോ തീയതി കുറിപ്പിക്കുക, അതല്ലേ ചെയ്യാനുള്ളൂ. മാമച്ചൻ്റെ ആ വർത്തമാനം കേട്ടുകൊണ്ട് വൈജയന്തി മന്ദസ്മിതത്തോടെ തലയാട്ടി. ഫോൺ റിങ് ചെയ്യുന്നത് നിലയ്ക്കുന്നതിന് മുമ്പ് ഗംഗാധരമേനോൻ വേഗം വന്ന് ഫോൺ എടുത്തു. ഹലോ ഹലോ ഗംഗേട്ടാ, ജയന്തിയാ. ആ, അവിടെ എന്തുണ്ട് വിശേഷം? ഒരു വിശേഷം പറയാനുണ്ട് ഗംഗേട്ടാ. രോഹിത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയത്തിന് ക്ഷണിക്കാനും കൂടിയാണ് ഞാൻ വിളിച്ചത്. ഓ, അത് തന്നെ നടത്താൻ തീരുമാനിച്ചോ? അവരാഗ്രഹിച്ചതല്ലേ ഗംഗേട്ടാ, നടക്കട്ടെ. സുഖമായാലും ദുഃഖമായാലും മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ലല്ലോ. ഞാൻ അനുഭവിച്ച വേദനയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടുകൂടിയാണ്. ഗംഗേട്ടനും ചേച്ചിയും നിശ്ചയത്തിന് വരണം. അതിന് രോഹിത് അവിടെ വന്ന് ക്ഷണിക്കും. മാലതി മേനോൻ വാതുക്കൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗാധരമേനോൻ ഫോണിൽ സംസാരിച്ച് തീരുന്ന സമയം വരെയും അവർ കാത്തു നിന്നു. ഗംഗാധരമേനോൻ തലതിരിച്ച് പിന്നോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ജയന്തിയായിരുന്നു. ആ, എനിക്ക് മനസ്സിലായി. അവരത് തന്നെ നടത്താൻ തീരുമാനിച്ചു അല്ലേ? ഗംഗാധരമേനോൻ്റെ ആ മൂളലിൽ അല്പം നീരസമുണ്ടായിരുന്നു. മാലതി അപ്പോൾ പറയുകയാണ്, നമുക്ക് പറയാനുള്ളതെല്ലാം മുൻപേ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അവർ വേറൊരു തീരുമാനമെടുത്തു, അത്രയല്ലേ ഉള്ളൂ. എന്നുവെച്ച് നമ്മളത് അംഗീകരിച്ചു കൊടുക്കണമെന്നില്ലല്ലോ. എൻ്റെ ഗംഗേട്ട, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ആണ്ടിലൊരിക്കലോ മറ്റോ ആണ് കൂടിക്കാഴ്ച. കല്യാണം, മരണം, ഇതൊക്കെയാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള അരങ്ങ്. ഇതിനിടയ്ക്ക് ഓരോ തരം വിശ്വാസവും കടുംപിടുത്തവും ചുമന്നുകൊണ്ട് നടന്ന് അവരവരുടെ മനസ്സിനെയും മറ്റുള്ളവരെയും ഭാരപ്പെടുത്തുന്നത് എന്തിനാ? 10,000-കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സ്നേഹിച്ചുപോയ രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്ത് അത്യാഹിതം വരാനാ? മനുഷ്യൻ്റെ മനസ്സ് ചെറുതാകുമ്പോഴാണ് അവൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനുമൊക്കെ വലിപ്പം കൂടുന്നത്. ആ, ഗംഗാധരൻ പിന്നെയും മൂളി. നമ്മളവിടെ ചെന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് ആ കുട്ടികളെ അനുഗ്രഹിച്ചു പോന്നാൽ അവർക്കൊരു സന്തോഷമാവും. നമുക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? സന്തോഷമല്ലേ തോന്നൂ. മാലതി, ശിവന് തൊട്ടും ഇഷ്ടമല്ല. കമലയാണെങ്കിൽ കാഞ്ഞിരം പോലെ കൈച്ചമട്ടലുവാ. അവർ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ചെന്ന് പങ്കെടുക്കുന്നത് ശരിയാണോ? ഗംഗേട്ടാ, ശിവനോട് കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവും. കമലയുടെ സ്വഭാവം പിന്നെ ആർക്കും മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. അത് പട്ടിയുടെ വാല് പോലെയാ. ഗംഗേട്ടൻ ശിവനെ വിളിച്ച് സംസാരിക്കുക. ഇത്രയുമായ സ്ഥിതിക്ക് ഇനി പുറംതിരിഞ്ഞു നിൽക്കുന്നത് മടയത്തരമാണെന്ന് പറ. കല്യാണം ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ചടങ്ങാ. അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഓർക്കണം, പിന്നീട് എത്രയോ പ്രാവശ്യം നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു തവണത്തെ ദുരഭിമാനത്തിന് എത്ര തവണ അവരുടെ മുമ്പിൽ പിന്നെ ലജ്ജിക്കേണ്ടി വരും? മാലതിയുടെ ആ സംസാരത്തിൽ കഴമ്പുണ്ടെന്ന് ഗംഗാധരമേനോന് തോന്നി. അനുകൂലാർത്ഥത്തിൽ മൂളിക്കൊണ്ട് തലയാട്ടി അയാൾ. അല്പസമയം ആലോചിച്ചു നിന്നിട്ട് അനുജന് ഫോൺ ചെയ്യുവാൻ വേണ്ടി ടെലഫോണിനടുത്തേക്ക് നീങ്ങി. അഞ്ചുമന ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. സ്വന്തം മകളുടേതെന്ന പോലെ ആഘോഷമായിട്ടാണ് മാമച്ചനും ഗ്രേസമ്മയും അത് നടത്തിയത്. നീലഗിരിയിൽ നിന്നും ഗംഗാധരമേനോനും മാലതിയും എത്തിച്ചേർന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലയൊഴികെ മറ്റെല്ലാവരും ആ വിവാഹത്തിൽ പങ്കുകൊണ്ടു. കുളത്തുപുഴയിൽ നിന്നും സ്റ്റാൻലിയും ടാനിയായും, പത്തനാപുരത്തു നിന്ന് സാന്ദ്രയും ജോസുകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പാലായിൽ നിന്ന് ബാലചന്ദ്രമേനോന്റെ ബന്ധുക്കൾ. കതിർ മണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷതയായിരിക്കെ താനേതോ സ്വപ്നലോകത്താണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. ഇങ്ങനെയൊരു വിവാഹമോ ആഘോഷമോ ഒന്നും അവൾ സങ്കല്പിച്ചിട്ട് കൂടിയില്ല. സ്നേഹനികേതനത്തിൽ താമസിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വയറു വിശക്കാതെ എന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന്. പിന്നെ കൊതിച്ചിട്ടുള്ളത് ഭംഗിയുള്ള ഉടുപ്പിന് വേണ്ടിയാണ്. അലീന ചേച്ചിയോ ബ്രിജീത്ത മമ്മിയോ വീട് തോറും കയറി ഇറങ്ങി നടന്ന് ഇരന്നു കിട്ടുന്ന വസ്ത്രങ്ങൾ സ്നേഹനികേതനത്തിൽ കൊണ്ടുവരുമ്പോൾ അത്യധികമായ ആകാംക്ഷയോടെ അവയിൽ കൈയിട്ട് വാരി ഓരോന്നും എടുത്ത് ദേഹത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് ഏതാണെന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ താൻ വിലപിടിച്ച കല്യാണസാരിയാണ് ഉടുത്തിരിക്കുന്നത്. കയ്യിലും കാതിലും കഴുത്തിലുമെല്ലാം സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഇതിനേക്കാൾ എല്ലാം വിലയേറിയ ഇത്തിരി പൊന്ന് പുടവയ്ക്ക് മീതെ ഇരിക്കുന്നു. തൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം സിനിമാ താരങ്ങളാണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. അലീന ചേച്ചിക്കും ബബിതയ്ക്കും ടാനിയായിക്കും സ്റ്റാൻലി പപ്പായ്ക്കും ടെൽസയ്ക്കും മാമച്ചനങ്കിളിനും ഗ്രേസമ്മ ആൻറ്റിക്കും അമ്മയ്ക്കും മനുശങ്കറിനും കൃഷ്ണമോൾക്കും ശിവശങ്കരനങ്കിളിനും ഗംഗാധരനങ്കിളിനും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു താരശോഭ. അലീന നോക്കിയപ്പോൾ അവൾക്ക് ചിരിയും കരച്ചിലും വന്നു. അലീന അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നിൽക്കുകയാണ്. താൻ അനുജത്തിക്കുട്ടിയെപ്പോലെ കൊണ്ടു നടന്ന പെൺകിടാവ്. അവൾ മംഗല്യവതിയാകുന്നു. വേറെ ആരുമല്ല അവളുടെ ജീവിതം കൈയേൽക്കുന്നത് തൻ്റെ സഹോദരൻ. അതുവഴി ശക്തമായൊരു ബന്ധം കൂടി വിളക്കി ചേർക്കപ്പെടുകയാണ്. മുഹൂർത്തമായി. മേളങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ രോഹിത്ത് താലിച്ചരടെടുത്ത് കഴുത്തിലണിയിക്കവേ രേവതിക്കുട്ടി ഓർത്തു, ഈ നിമിഷം മുതൽ താൻ അനാഥയല്ലാതെയാവുകയാണ്. പേരിട്ട് വിളിക്കാനാവുന്ന ഒരു ബന്ധം ജീവിതത്തിൽ ആദ്യമായി വന്നു ചേരുകയാണ്. രേവതിക്കുട്ടിയുടെ മിഴികളിൽ നിന്നും രോഹിത്തിൻ്റെ കൈത്തണ്ടയിലേക്ക്
ചുടു കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മനുശങ്കർ രേവതിക്കുട്ടിയുടെ മുഖത്തു നിന്ന് വിസ്മയത്തോടെ നോട്ടമുയർത്തി അലീനയെ നോക്കി. അവളുടെ മിഴികളിലും നീർത്തുള്ളി തിളക്കം അവൻ കണ്ടു. തുടർന്ന് കാണുന്നത് സ്റ്റാൻലിയും എൽസമ്മയും തമ്മിലുള്ള സംസാരമാണ്. എനിക്ക് മക്കളുടെ എണ്ണം മാത്രമേ കൂടിയിട്ടുള്ളൂ, ഭാര്യയുടെ എണ്ണം കൂടിയിട്ടില്ല. സ്റ്റാൻലി അസ്വസ്ഥനായിരുന്നുവെങ്കിലും ശാന്തത ഭാവിച്ചുകൊണ്ടാണ് പറയുന്നത്. എൽസമ്മ വാതിലിനരികെ ചുമരിൽ നഖം കോറി നിൽക്കുകയാണ്. അവരുടെ അർത്ഥഗർഭമായ മൗനം സ്റ്റാൻലിക്ക് അസഹ്യമായി മാറി. സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ എൽസമ്മ, മക്കളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് ഞാൻ സഹിച്ചു, പിന്നെയും എണ്ണം കൂടിക്കൂടി വരുന്നത് സഹിക്കാൻ പറ്റില്ല. സ്റ്റാൻലി പ്രതിഷേധ സൂചകമായി അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ വല്ല ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ ഞാൻ ചെയ്തത്? ബബിതയുടെ PG അഡ്മിഷന് വേണ്ടി കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയി. ആരുടെയും കൂടെയല്ല, ഞാൻ തനിച്ച്. പിന്നെ കൃഷ്ണജയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തും അഡ്മിഷൻ ശരിയാക്കി. അതിനെല്ലാം അവരുടെ ആൾക്കാരുണ്ടല്ലോ, അമ്മാവന്മാരും അവരുടെ മക്കളും. നമുക്കെന്താ കാര്യം? എനിക്ക് യാതൊരു കാര്യസാധ്യത്തിനും വേണ്ടിയല്ല. ആ ചെക്കൻ്റെ കല്യാണത്തിന് ടാനിയെയും ടെൽസയും കൊണ്ടുപോയി. അത്രയ്ക്കൊരടുപ്പം എന്തിനാ? അതെങ്ങനെയുണ്ടായി? നീ അഞ്ചലിന്റെ വീട്ടിൽ പുഴുവരിച്ചു കിടന്നപ്പോൾ നിന്റെ മലമൂത്രങ്ങൾ എടുക്കാനും വ്രണങ്ങൾ കഴുകിക്കെട്ടാനും ദേഹം തുടച്ചു വൃത്തിയാക്കാനും വല്ലതും കോരിത്തന്ന് കഴിപ്പിക്കാനുമായി കൂട്ടുനിന്നത് ആ ചെക്കൻ്റെ പെങ്ങളാ. നീ വിചാരിക്കുന്നതിനേക്കാൾ കട്ടികൂടിയൊരു ബന്ധം കുട്ടികൾ തമ്മിലുണ്ടായിട്ടുണ്ട്. കുട്ടികൾ തമ്മിലായിക്കോട്ടെ, പക്ഷെ അത് മുതിർന്നവരിലേക്ക് പകർത്തണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. ആര് പകർത്തുന്നു? പാലാക്കാരുമായിട്ട് അലീന ബന്ധപ്പെടുന്നത് പോലും എതിർത്തിട്ടുള്ളവനാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ടാ ഇപ്പോഴീ മാറ്റമൊക്കെ വന്നത്? എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നത് നിനക്കാണ്. എന്തിനാ ഇങ്ങനെ അടിക്കടി കഴക്കൂട്ടത്ത് പോകുന്നത്? ആരെ കാണാനാ? എൻ്റെ മക്കളെ കാണാൻ. 2 പേർ കഴക്കൂട്ടത്തും ഒരാൾ തിരുവനന്തപുരത്തുമുണ്ട്. ഓ, അവർ അഞ്ചലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴത്തെ ഈ അഞ്ചലോട്ടമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം എവിടുന്ന് വന്നു ഈ സ്നേഹം? എൻ്റെ മകൾ എന്നെ പഠിപ്പിച്ച സ്നേഹമാണത്. കൂടാതെ അവരെനിക്ക് തരാതെ നീ തടഞ്ഞു വെച്ച സ്നേഹവും ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ നീ പറയും പോലെ ഞാൻ കൂടെ കൂടെ കഴക്കൂട്ടത്ത് പോകാറില്ല. ബാലചന്ദ്രമേനോന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലീനെ ആവശ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണോ? അതോ ആ കുട്ടികളുടെ അമ്മയുമായി പണ്ടുണ്ടായിരുന്ന ബന്ധം ഓർത്തിട്ടോ? ഇപ്പോഴും അവളെ കാണുന്നത് കൊണ്ട് ഇത്തിരിയെങ്കിലും സന്തോഷമില്ലാതെ കയ്പൊന്നും മനസ്സിൽ തോന്നാനിടയില്ലല്ലോ. എൽസമ്മേ, എനിക്ക് വയസ്സ് 58 കഴിഞ്ഞു. അത് നീ ഓർത്താൽ നല്ലത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. സ്റ്റാൻലി സംഭാഷണം നിർത്തി കോറിഡോറിലൂടെ തിരികെ നടന്നുപോയി. പിന്നീട് ഒരു ദിവസം അലീന കുളത്തുപുഴയിൽ വന്നപ്പോഴും എൽസമ്മ പരാതി പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ സ്റ്റാൻലി കൂടെ കൂടെ കഴക്കൂട്ടത്തേക്ക് വരുന്നത്? എന്താ ആൻറ്റി പ്രശ്നം? എനിക്കിഷ്ടമല്ല. അലീന അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീ എന്നെ ഇങ്ങനെ നോക്കാനും പാടില്ല. എനിക്കറിയാം ഇപ്പം നിന്റെ മനസ്സിൽ എന്താണെന്ന്. ആൻറ്റി, എൻ്റെ അമ്മ ഇനി ഒരിക്കലും ആൻറ്റിക്കൊരു ശത്രുവാകില്ല. അമ്മ ഒരു സന്യാസിനിയെ പോലെയാണ് സ്നേഹനികേതനത്തിൽ ജീവിക്കുന്നത്. പപ്പ വരുമ്പോൾ ചിലപ്പോൾ തമ്മിൽ കാണാറുണ്ടായിരിക്കും. മനുഷ്യർക്ക് കണ്ണുകൾ ഉണ്ടായിപ്പോയില്ലേ, അത് കുത്തിപ്പൊട്ടിച്ച് കളയാൻ പറ്റുമോ? അവർ തമ്മിൽ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിനക്കവരെ ഒന്നിച്ച് കാണുന്നത് സന്തോഷമായിരിക്കും. നിന്റെ പപ്പയും അമ്മയുമാണല്ലോ. ശരിയാ, എനിക്കവരെ ഒന്നിച്ച് കാണുന്നത് സന്തോഷമാണ്. അതിനേക്കാൾ അവരുടെ പെരുമാറ്റത്തിലെ അന്തസ്സോർത്ത് അഭിമാനവുമുണ്ട്. അവർക്കും പരസ്പരം കാണുന്നത് സന്തോഷമായിരിക്കുമല്ലോ, അല്ലേ? അല്ലെന്ന് നിനക്ക് പറയാമോ? ആയിരിക്കും. അവർക്കും പരസ്പരം കാണുന്നത് സന്തോഷമായിരിക്കും. അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യർക്ക് തമ്മിൽ തമ്മിൽ കാണുമ്പോൾ സന്തോഷവും ആശ്വാസവും അല്ലേ തോന്നേണ്ടത്? അതോ വെറുപ്പും ദുഃഖവുമാണോ ഉണ്ടാവേണ്ടത്? എനിക്കിഷ്ടമല്ല. അവർ തമ്മിൽ സ്നേഹിച്ചിരുന്നവരാണ്. അവരുടെ മകളാണ് നീ. അവിടെ വെച്ച് നിന്നെ കാണുമ്പോഴും തമ്മിൽ കാണുമ്പോഴും അവർക്കതെല്ലാം ഓർമ്മ വരാതിരിക്കില്ലല്ലോ. എനിക്കതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എൽസമ്മ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അലീന കുളത്തുപുഴയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ നേരം യാത്ര പറയാൻ ചെന്നതായിരുന്നു. പപ്പയുടെ സ്വഭാവം ആൻറ്റിക്കറിയാലോ. എൻ്റെ അടുത്തല്ലാതെ ആരോടും അധികം സംസാരിക്കാറില്ല. കഴക്കൂട്ടത്ത് വരുമ്പോഴും എന്നോടേ ഉള്ളൂ. ചിലപ്പോൾ വല്യപ്പച്ചനോട് സുഖമാണോ എന്നോ മറ്റോ ചോദിച്ചെന്നിരിക്കും. മനസ്സിൽ ഇനിയും എന്തൊക്കെയോ പരാതികളോടെ എൽസമ്മ തൃപ്തി വരാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അലീന അനുകമ്പയോടെ അവരുടെ മുൻപിലേക്ക് നീങ്ങി നിന്ന് നരച്ചു തുടങ്ങിയിരുന്ന ശിരസിൽ മെല്ലെ തലോടി. അമ്മയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാത്ത ഒരു രാത്രി പോലുമില്ല. അച്ഛനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് അമ്മയുടെ തീരാത്ത വേദനയാണ്. ഇനിയുമുള്ള ജീവിതം മുഴുവൻ അമ്മയുടെ മനസ്സിൽ അത് നീറി നീറി കിടക്കും. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. അലീനയുടെ തലോടലേറ്റപ്പോൾ, അവളുടെ ആശ്ലേഷത്തിൽ മുഴുകിയപ്പോൾ, അവളുടെ ആശ്വാസ വചനങ്ങൾ കേട്ടപ്പോൾ സമാധാനം കിട്ടുന്നതായി എൽസമ്മയ്ക്ക് തോന്നി. ഇതിലായി അവൾ ഇങ്ങനെ കൂടി പറഞ്ഞു, പപ്പയുടെയും അമ്മയുടെയും മനസ്സിലുള്ള ഓർമ്മകൾ മാത്രമാണ് ആൻറ്റിയുടെ ശത്രുക്കൾ. മറ്റുള്ളവരുടെ മനസ്സിലുള്ള ഓർമ്മകളെ കൂടി നമുക്ക് കൊല്ലാൻ പറ്റുമോ? മായ്ക്കാൻ സാധിക്കുമോ? 2-1 മരിച്ചു പോയാലും മറ്റൊരാളുടെ മനസ്സിൽ ഓർമ്മ അവശേഷിക്കും. അവരെത്രയും പെട്ടെന്ന് മരിച്ചു പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? എൽസമ്മ അതിനുത്തരമൊന്നും പറഞ്ഞില്ല. വൈജയന്തിയെയും അലീനയെയും കാണുവാനും മനുശങ്കറിന്റെ വിരുന്നുണ്ണാനും വേണ്ടി വന്നതായിരുന്നു രോഹിത്തും രേവതിക്കുട്ടിയും.
മനുശങ്കർ വേളിക്കടുത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തിട്ടിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ തന്നെ ജോലി ചെയ്യുന്ന 5 സഹപ്രവർത്തകർക്കൊപ്പമാണ് അത് പങ്കിടുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന രോഹിത്തും രേവതിക്കുട്ടിയും തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലായിരുന്നു താമസം. മനുശങ്കറാണ് താമസ സൗകര്യമെല്ലാം ഏർപ്പാടാക്കി കൊടുത്തത്. അടുത്ത ദിവസം ഹോട്ടൽ മുറിയിൽ ബബിതയും ടാനിയായും മനുശങ്കറും കൃഷ്ണജയും വന്നു ചേർന്നു. ഒരു ഞായറിൻ്റെ ഒഴിവ് കണക്കാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു അതെല്ലാം. അവിടെ വെച്ച് അവരൊരു തീരുമാനമെടുത്തു. മനുശങ്കറിനെയും അലീനയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. രണ്ടിലൊന്ന് നിശ്ചയിക്കണം. അന്തിമ തീരുമാനമെടുക്കേണ്ടത് അലീനയുടെ പപ്പയും അമ്മയും ചേർന്നാണ്. സ്റ്റാൻലി കഴക്കൂട്ടത്തേക്ക് എല്ലാ ആഴ്ചകളിലും സന്ദർശനത്തിന് വരാറുണ്ട്. ബബിത അപ്പോൾ പറയുകയാണ്, ആദ്യം അമ്മയുടെ അടുത്ത് പ്രഷർ കൊടുക്കണം, എന്നിട്ട് വേണം സ്റ്റാൻലി പപ്പായെ ആക്രമിക്കാൻ. ഉച്ചയ്ക്ക് ഹോട്ടലിലായിരുന്നു ഊണ്. അതിനുശേഷം എല്ലാവരും കൂടി സ്നേഹനികേതനത്തിലേക്ക് ചെന്നു. എത്തിയിട്ടുണ്ട്. സ്റ്റാൻലിയുടെ ജീപ്പ് കണ്ടപ്പോഴേ ബബിത പറഞ്ഞു. ഡ്രൈവർ ബൈജു ജീപ്പിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നു. അവരെത്തിച്ചേർന്നതേയുള്ളൂ. കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ കുറേ അരിയും ഗോതമ്പും പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവരിക പതിവാണ്. സ്റ്റാൻലി ഓഫീസ് റൂമിലിരുന്ന് അവതക്കുട്ടിച്ചായനോട് സംസാരിക്കുകയായിരുന്നു. പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ബബിതയാണ് മുൻപേ കയറിയത്. സ്റ്റാൻലിയുടെ അരികിലേക്ക് അവൾ ചെന്നു. തന്നോട് സ്റ്റാൻലി പപ്പയ്ക്കൊരു പ്രത്യേക വാത്സല്യമുണ്ടെന്ന് അവൾക്കറിയാം. അതവൾക്ക് സ്റ്റാൻലിയുടെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. സ്റ്റാൻലി വിസ്മയത്തോടെ അവളെ നോക്കവേ പുറകെ കൃഷ്ണജയും ടാനിയായും രേവതിക്കുട്ടിയും രോഹിത്തും കൂടി വന്ന് അയാളെ അത്ഭുതപ്പെടുത്തി. സ്റ്റാൻലി അപ്പോൾ ബബിതയോടായിട്ട് ചോദിക്കുകയാണ്, തീർന്നോ? ഇനി വല്ലവരും ഉണ്ടോ? ഇനി ഒരാളും കൂടിയുണ്ട്. അത് ഞങ്ങളുടെ ഡ്രൈവറാണ്. ബബിത കുസൃതി ചിരിയോടെ പറഞ്ഞു. അതാരാണ്? ഇപ്പം തന്നെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചാൽ പപ്പ സമ്മതിക്കുമോ? ബ്ലൈൻഡായിട്ടുള്ള സമ്മതങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഒരു റിക്വസ്റ്റാ. അതും ഒരു ചിന്ന റിക്വസ്റ്റ്. ഈ പുതുമണവാളിനെയും പുതുമണവാട്ടിയെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം കോവളത്തൊന്ന് പോകണം. ഇവിടെ വന്നപ്പം അവർക്കൊരാഗ്രഹം. പപ്പയോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി രോഹിത്തിൻ്റെയും രേവതിക്കുട്ടിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് പറയുകയാണ്, കോവളത്ത് തനിച്ചു പോകാൻ പ്രായമുള്ളവരാ ഇവർ രണ്ടുപേരും. പോരെങ്കിൽ നിങ്ങളൊക്കെ ഇല്ലേ? പപ്പയുടെ മിലിറ്ററി ജീപ്പിൽ പോകണമെന്നൊരാഗ്രഹം. പപ്പ ഓടിക്കുന്ന വണ്ടിയിലിരിക്കണം. ഞങ്ങളൊക്കെ പുറകിലെ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നോളാം. ഇവിടുന്നൊരു അരമണിക്കൂർ മതിയല്ലോ പപ്പ. ഈ വല്യപ്പച്ചൻ എന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്ന് റെക്കമെൻഡ് ചെയ്തേ വല്യപ്പച്ച. അവതക്കുട്ടിച്ചായൻ പെട്ടെന്ന് നിവർന്നിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ കൂടി കൊണ്ടുപോകാമോ? പിന്നില്ലാതെ. വല്യപ്പച്ചനല്ലേ ഞങ്ങളുടെ നേതാവ്. എടാ ലാലിച്ച, പിള്ളേരുടെ ആഗ്രഹമല്ലേ, അവരെ അവിടേക്കൊന്ന് കൊണ്ടുപോകും. ഇതിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതല്ലേ. ഇതൊക്കെ ഒരിക്കലല്ലേ ഉള്ളല്ലോടാ. സ്റ്റാൻലി ഉടനെ തന്നെ തൻ്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, സമയമുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. മതി, അത്രയും മതി. രക്ഷപ്പെട്ടു. എവിടെ അമ്മയും അലീന ചേച്ചിയും? ബബിത ആഹ്ലാദത്തോടെ അടുത്ത പോയിന്റിലേക്ക് ഓടി. പുറകെ മറ്റുള്ളവരും. സ്റ്റാൻലി തെല്ലൊരു അസ്വസ്ഥതയോടെ വാതിൽ തുറന്ന് മുൻവരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ സിറ്റൗട്ടിൻ്റെ തൂണും ചാരി നിൽക്കുന്ന ആളെ കണ്ട് പെട്ടെന്ന് നിന്നു. ബബിത സൂചിപ്പിച്ച ഡ്രൈവർ മനുശങ്കർ. പടിഞ്ഞാറേ ചക്രവാളം വിളഞ്ഞ സൂര്യകാന്തിപ്പാടം പോലെ കടലിൻ്റെ വക്കുവരെ വ്യാപിച്ചു കിടന്നു. ഞായറാഴ്ചയായതിനാൽ ബീച്ചിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പാർക്കിംഗ് സ്ഥലങ്ങൾ കാറുകളെ കൊണ്ടും ടൂറിസ്റ്റ് ബസ്സുകളെ കൊണ്ടും നിറഞ്ഞു. ബീച്ചിൻ്റെ ഒരരികിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കടലിലിറങ്ങി കുളിക്കുന്നവരുടെയും കളിക്കുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വന്നു. ഹവ ബീച്ചിലെ ഷോപ്പുകളുടെ നിരയ്ക്ക് മുന്നിലൂടെ നീണ്ടുപോകുന്ന ഫുട്പാത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിത്തിരക്കി പോയിക്കൊണ്ടേയിരുന്നു. അസ്തമയ സൂര്യൻ്റെ പ്രകാശ ധോരണിയിൽ കടൽപ്പരപ്പ് വെട്ടിത്തിളങ്ങി. രോഹിത്തും രേവതിക്കുട്ടിയും കടലിലിറങ്ങി തിരമാലകളോട് മത്സരിക്കുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് വൈജയന്തി പാറക്കെട്ടുകൾക്കരികി നിന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി ടെൽസയും കൃഷ്ണജയും ടാനിയായും ബബിതയും കടൽ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. മനുശങ്കർ ജീൻസ് മുട്ടോളം തെറുത്ത് കയറ്റിവെച്ച് കടലിലിറങ്ങി നിന്നുകൊണ്ട് അലീനയെ കൈയാട്ടി വിളിക്കുന്നു. അലീന ആകാംക്ഷ നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാം നോക്കി നിൽക്കുകയാണ്. കുട്ടികൾ കടലിലേക്ക് അല്പം കൂടുതൽ നീങ്ങുമ്പോൾ ഗാർഡിയനെ പോലെ അവൾ ഉറക്ക വിളിച്ച് ശാസിക്കുന്നുണ്ട്. ഔതക്കുട്ടിച്ചായൻ മുണ്ടു മടക്കി കുത്തി കുട്ടികൾക്കൊപ്പമുണ്ട്. വൈജയന്തി മുഖം തിരിച്ച് സ്റ്റാൻലി എവിടെയെന്ന് നോക്കി. അയാൾ പാറക്കെട്ടുകൾക്കിടയിൽ അസ്തമയാകാശം നോക്കി ഒരു പാറമേൽ ചാരി നിൽക്കുകയായിരുന്നു. അയാളുടെ മുഖത്തിനെതിരെ ചീറി വരുന്ന കടൽക്കാറ്റിൽ മുടിയിഴകൾ പാറി പറന്നുകൊണ്ടിരുന്നു. ലാലിച്ച. കടൽക്കാറ്റ് പതറിച്ചു കളഞ്ഞ വിളിയൊച്ചയുടെ ഒരു ചീള് അയാളുടെ കാതിൽ വന്നു വീണു. സ്റ്റാൻലി തല തിരിച്ചു നോക്കി. പിന്നിൽ ഇടതുവശത്ത് വൈജയന്തി. അവളുടെ മുടി കാറ്റിൽ തരംഗങ്ങളായി ഇളകുന്നു. അസ്തമയ സൂര്യൻ അവളുടെ കണ്ണിൽ 2 സ്വർണ്ണ കുമിള പോലെ തിളങ്ങുന്നു. അവളുടെ സാരി തലപ്പുകളെ കാറ്റ് വീണ്ടും വീണ്ടും വിടർത്തുന്നു. അയാൾ മെല്ലെ മുഖം തിരിച്ചു വീണ്ടും അസ്തമയാകാശം നോക്കി. വൃദ്ധ സൂര്യൻ്റെ പ്രതാപവും ചൂടും വെളിച്ചവും മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലാലിച്ച. വൈജയന്തി വീണ്ടും വിളിച്ചു. അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അയാൾ ഊഹിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ വീണ്ടും അവളുടെ നോട്ടത്തെ അഭിമുഖീകരിച്ചു. ലാലിച്ച, നമ്മുടെ മോൾക്ക് 28 വയസ്സ് കഴിഞ്ഞു. മനുവിന് 31. അവളെയല്ലാതെ മറ്റൊരു പെണ്ണിനെ അവന് വേണ്ട.
അവൾക്കും അവനെ മാത്രം മതി. അവർ നമ്മളോടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒന്നും പറയുന്നുമില്ല. എന്നാലും നമ്മൾ അവരുടെ മനസ്സ് കാണണ്ടേ ലാലിച്ച? നമ്മളല്ലേ ഉള്ളൂ അവർക്ക്. സ്റ്റാൻലിയുടെ ഒരു മറുപടിക്ക് വേണ്ടി വൈജയന്തി അല്പം കാത്തു. സ്റ്റാൻലി പക്ഷേ വിദൂരതയിലേക്ക് ദൃഷ്ടി പായിച്ച് മൗനമായി നിന്നു. നമ്മൾ അനുഭവിച്ച വേദന എത്ര അധികമാണെന്ന് ലാലിച്ചൻ അറിയാമല്ലോ. വൈജയന്തി യാചനാസ്വരത്തിൽ പറയുകയാണ്. അതുപോലൊരു വേദന നമ്മുടെ മോളും അനുഭവിക്കണോ ലാലിച്ച? അവരുടെ തലയ്ക്ക് മീതെ കടൽക്കാക്കകൾ കരഞ്ഞുകൊണ്ട് പറന്നകന്നു. ദേ, സ്റ്റാൻലി പപ്പയും അമ്മയും. ബബിതയാണ് അത് പറഞ്ഞത്. കടൽത്തിരയിൽ നിന്നുകൊണ്ട് പാറക്കെട്ടുകളുടെ നേരെ അവൾ കൈ ചൂണ്ടി നിൽക്കുകയാണ്. മണിശങ്കർ അങ്ങോട്ട് നോക്കി. സ്റ്റാൻലിയും വൈജയന്തിയും അസ്തമയ സൂര്യന്റെ മഞ്ഞ വെളിച്ചത്തിൽ അഭിഷിക്തരായി നിൽക്കുന്നത് കാണാമായിരുന്നു. ബബിത വീണ്ടും പറയുകയാണ്, അവർ സംസാരിക്കുക. മണിശങ്കർ പ്രതീക്ഷയോടെ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു.